പക്ഷെ ഇതെല്ലാം ആയിരുന്നിട്ടും എന്തുകൊണ്ടായിരിക്കും MLA-മാർ ഇങ്ങനെ ഒരു അല്ല, അത് പറയാം, അതിലേക്ക് പറയാം. MLA-മാരെ നിശ്ചയിച്ചത്, സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ജനാധിപത്യപരമായി അല്ലല്ലോ, ഹൈക്കമാൻഡ് അല്ലേ. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും സ്വാധീനമുള്ളത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന്റെ നിയന്ത്രണത്തിലാണ് പല സീറ്റുകളും പോയത്. പിന്നെ ഒരു വിരുദ്ധ തരംഗം ഉണ്ടാവുകയും ഒരു ആന്റി പിണറായി വേവ് വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ജയിച്ചത്. അല്ലെങ്കിൽ പലരും ജയിക്കില്ല. അത് മാത്രമല്ല, അതിനു മുമ്പ് വർക്ക് നടത്തിയ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ ഇലക്ഷനുകളിലും, ലോക്സഭാ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കം വളരെ പ്ലാൻ ചെയ്ത് കേരളത്തിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി, ഒരു ആന്റി ഗവൺമെന്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. അതിലാണ് ഇവർ ജയിച്ചു പോയത്. ഒരു വേവ് വന്നു, അവർ ജയിച്ചു പോയി. അതൊന്ന്. രണ്ടാമത്, ഈ MLA-മാരെ ജനാധിപത്യപരമായി കോൺഗ്രസ്സുകാരല്ലോ തെരഞ്ഞെടുത്തത്. അവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ജനങ്ങൾ തെരഞ്ഞെടുത്തെങ്കിലും അവരെ അവിടേക്ക് നിയോഗിച്ചത് ഹൈക്കമാൻഡാണ്. അതിൽ KC അന്യായമായ സ്വാധീനം ചെലുത്തി എന്നുള്ള പരാതി മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പല സീറ്റുകളിൽ. ഇപ്പൊ നമുക്കറിയാം, കൊച്ചി സീറ്റിലേക്ക് ദീപ്തി മേരി വർഗീസിനെ വേണം എന്നൊരു കൂട്ടര് വാശി പിടിച്ചു. അത് KC-യുടെ താല്പര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല.